ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഞാൻ ചെയ്യട്ടെ വരും. ഇതാണ് കേട്ടോ, കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയും കൊണ്ട് എന്താ ചെയ്യാന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു പീസ്, അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാന്ന് കാണിച്ചു തരാം. അതുണ്ടോ, ഒരു കറ്റാർ വാഴ ഞാൻ എടുത്ത് മുറിച്ച് അതിൻ്റെ ഈ സൈഡിലത്തെ കറയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചിലപ്പോൾ കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിയാൻ തുടങ്ങും. ആ കറയൊക്കെ കളയണം. ആദ്യം ഒന്ന് കഴുകി പിന്നെ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി വെക്കണം. ഇതൊക്കെ ഞാൻ കളഞ്ഞ് വെച്ചതാണ്. ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് സൈഡ് ഞാൻ കറയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ഇതിന് നമുക്കൊന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാമേ. ഇനി പൊളിച്ചിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ. ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ടാവും, മുള്ളു ഭാഗമൊക്കെ കളയണേ. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ മുഖത്ത് വെച്ച് വയ്ക്കണേ. ഒരു 10-15 മിനിറ്റ് മതിയാവും. ഇങ്ങനെ മുഖത്ത് തേച്ചിട്ട് കണ്ണിന് താഴെ, ഇവിടെ മൂക്കിൻ്റെ ഈ സൈഡ്, പിന്നെ ഇവിടെ ഒക്കെ ചിലവർക്ക് ഇങ്ങനെ കുരുവൊക്കെ വരാറുണ്ട് ഇല്ലേ, കുരു വരും. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ താഴത്തൊരു കറുപ്പ് പാടൊക്കെ വരില്ലേ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറ്റാർ വാഴ തേക്കുന്നത്. കറ്റാർ വാഴ തേച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് പാട് പോകും, മുഖത്ത് വരുന്ന കുരു അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് തേക്കാറ്. അപ്പം ഞാൻ തേച്ചിട്ട് സക്സസ് ആയൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെ ആഴ്ചയിൽ 3 ദിവസം തേക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് മുഖത്ത് കുരുക്കളൊന്നും അങ്ങനെ വരാറില്ല. അതേപോലെ കറുത്ത പാട് അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉണ്ടായിരുന്നതാണ്, കുരുവൊക്കെ നിറച്ചുണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ. ഞാനിത് തേക്കാൻ തുടങ്ങിയ ശേഷം ഇപ്പം എനിക്ക് കുരുവില്ല. അതേപോലെ കണ്ണിൻ്റെ അടിയിൽ കറുത്ത പാട് വരുന്നതൊന്നുമില്ല കേട്ടോ. അതൊക്കെ എനിക്ക് ഒഴിവായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഇന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നല്ലതാണ്, കാരണം കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമല്ലേ. അപ്പോൾ നമുക്ക് തേക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. തേച്ച് നോക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസം, ഒരു 15 മിനിറ്റ് മതി. ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അത് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി, അത് കുഴപ്പമില്ല. നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അത് 10-15 മിനിറ്റോളം ഇങ്ങനെ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റോളം വെക്കുക. അത് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ ഇത് കഴുകി കളയാം. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി കേട്ടോ. എൻ്റെ മുഖത്തൊക്കെ ഏകദേശം അത് ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴുകിയിട്ട് വരാം. അത് നോർമൽ വെള്ളത്തിലാണ് കഴുകുക കേട്ടോ. ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ അതുണ്ടോ, ഒരു കറ്റാർ വാഴ ഞാൻ എടുത്ത് മുറിച്ച് അതിൻ്റെ ഈ സൈഡിലത്തെ കറയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചിലപ്പോൾ കറയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിയാൻ തുടങ്ങും. അപ്പോൾ കറയൊക്കെ കളയണം. ആദ്യം ഒന്ന് കഴുകി പിന്നെ അതിൻ്റെ കറയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി വെക്കണം. ഇതൊക്കെ ഞാൻ കളഞ്ഞ് വെച്ചതാണ്. ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് സൈഡ് ഞാൻ കറയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ ഇതിന് നമുക്കൊന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാമേ. ഇനി പൊളിച്ചിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ. ഇതിൻ്റെ മുള്ളൊക്കെ ഉണ്ടാവും, മുള്ളു ഭാഗമൊക്കെ കളയണേ. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ മുഖത്ത് വെച്ച് വയ്ക്കണേ. ഒരു 10-15 മിനിറ്റ് മതിയാവും. ഇങ്ങനെ മുഖത്ത് തേച്ചിട്ട് കണ്ണിന് താഴെ, ഇവിടെ മൂക്കിൻ്റെ ഈ സൈഡ്, പിന്നെ ഇവിടെ ഒക്കെ ചിലവർക്ക് ഇങ്ങനെ കുരുവൊക്കെ വരാറുണ്ട് ഇല്ലേ, കുരു വരും. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ താഴത്തൊരു കറുപ്പ് പാടൊക്കെ വരില്ലേ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കറ്റാർ വാഴ തേക്കുന്നത്. കറ്റാർ വാഴ തേച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് പാട് പോകും, മുഖത്ത് വരുന്ന കുരു അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഞാൻ ആഴ്ചയിൽ 3 ദിവസമാണ് തേക്കാറ്. അപ്പം ഞാൻ തേച്ചിട്ട് സക്സസ് ആയൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ ഇതുപോലെ ആഴ്ചയിൽ 3 ദിവസം തേക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എനിക്ക് മുഖത്ത് കുരുക്കളൊന്നും അങ്ങനെ വരാറില്ല. അതേപോലെ കറുത്ത പാട് അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉണ്ടായിരുന്നതാണ്, കുരുവൊക്കെ നിറച്ചുണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ. ഞാനിത് തേക്കാൻ തുടങ്ങിയ ശേഷം ഇപ്പം എനിക്ക് കുരുവില്ല. അതേപോലെ കണ്ണിൻ്റെ അടിയിൽ കറുത്ത പാട് വരുന്നതൊന്നുമില്ല കേട്ടോ. അതൊക്കെ എനിക്ക് ഒഴിവായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഇന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക്
നല്ലതാണ്, കാരണം കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമല്ലേ. അപ്പോൾ നമുക്ക് തേക്കുന്നതെ കൊണ്ട് ഒരു കുഴപ്പമില്ല. തേച്ച് നോക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരു 15 മിനിറ്റ് മതി. ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അത് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകിയാൽ മതി, അത് കുഴപ്പമില്ല. നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അത് 10-15 മിനിറ്റോളം ഇങ്ങനെ വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റോളം വെക്കുക. അത് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ ഇത് കഴുകി കളയാം. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുരുവൊക്കെ പോയിട്ടുണ്ട്, കണ്ടോ കണ്ണീൻ്റെ താഴത്തുള്ള കറുത്ത പാടുകളൊന്നും ഉണ്ടാവില്ല, സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് പ്രത്യേകിച്ച് കെമിക്കലില്ലാത്ത സാധനം ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ 3 ദിവസം മതി കേട്ടോ. ആഴ്ചയ്ക്ക് 3 ദിവസമാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്കിതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.